രാജ്യത്തെ കൊമേഴ്സ്യൽ എയർപോർട്ടുകളെ 2 സെക്ടറുകളാക്കി തിരിച്ചാണ് CISF സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. ഇതിൽ 35ഓളം എയർപോർട്ടുകളുടെ സുരക്ഷാ ചുമതല വഹിക്കുന്നത് ഒരു മലയാളിയാണ്. രാജസ്ഥാൻ കേഡറിൽ നിന്നും IPSലേക്കും പിന്നീട് CISFലേക്കും എത്തിയ മൂവാറ്റുപുഴക്കാരൻ ജോസ് മോഹൻ. പ്രജിത് മോഹൻ്റെ റിപ്പോർട്ട്. നാട്ടിലെ നിർണായകമായിട്ടുള്ള പല സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ പല സുരക്ഷാ ഏജൻസികളുടെയും ഒക്കെ തലപ്പത്തെത്തിയ ഒരുപാട് മലയാളികളുണ്ട്. അത്തരത്തിൽ നമ്മുടെ മൂവാറ്റുപുഴയിൽ നിന്ന് ഇന്ന് CISFൻ്റെ എയർപോർട്ട് സെക്യൂരിറ്റി സെക്ടറുകളുടെ രാജ്യത്തെ 2 സെക്ടറുകളിൽ ഒന്നിൻ്റെ തലപ്പത്തേക്ക് എത്തിയ ജോസ് മോഹൻ IPS ആണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തോട് കൂടുതൽ അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹം നിർവഹിക്കുന്ന സുരക്ഷാ ചുമതലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. മലയാളികൾ ഇത്തരം പോസ്റ്റുകളിലേക്ക് എത്തുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ മൂവാറ്റുപുഴക്കാരൻ രാജസ്ഥാൻ കേഡറിൽ നിന്ന് IPS ആകുന്നു, പിന്നീട് CISFൻ്റെ ഇത്തരത്തിലൊരു സുരക്ഷാ സംവിധാനത്തിൽ വലിയൊരു ചുമതലയിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ഈ ഒരു സർവീസ് കാലയളവൊക്കെ? CISFൽ ഞാൻ മെയിനായിട്ടും എയർപോർട്ട് സെക്ടറാണ് നോക്കുന്നത്. എയർപോർട്ട്സ് ഏകദേശം 35ഓളം എയർപോർട്ടിൻ്റെ ഓവറോൾ സൂപ്പർവിഷൻ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം എയർപോർട്ടിൻ്റെ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ജോബാണ്. ഏകദേശം ഒരു 7 ലക്ഷത്തോളം ആൾക്കാർ ഇപ്പം എൻ്റെ ജുറിസ്ഡിക്ഷനിലുള്ള എയർപോർട്ടിലൂടെ ഡെയിലി ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെയെല്ലാം ഒരു ഫ്ലോലെസ് 0 എറർ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചലഞ്ചിങ് ആൻഡ് ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ജോബാണ്. പക്ഷേ നമുക്ക് ഒരു എന്താണ് നേഷന് വേണ്ടിയുള്ളൊരു ഗ്രേറ്റർ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നു എന്നുള്ളൊരു വളരെ സാറ്റിസ്ഫാക്ഷനും ഉണ്ട്. അപ്പം ഏകദേശം 30,000ഓളം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നമുക്ക് അവരുടെ ജെന്യുവിനായിട്ടുള്ള ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാനും നമുക്ക് ഈ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അവരെ സഹായിക്കാൻ ഒത്തിരി സഹായിക്കാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ ഉഡാൻ പദ്ധതിയൊക്കെ വന്നതിന് ശേഷം കൂടുതൽ വിമാനത്താവളങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പലയിടങ്ങളിലും എയർ സ്ട്രിപ്പുകളും എയർ ഫീൽഡുകളും ഒക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു സെക്യൂരിറ്റി ചലഞ്ച് ഉണ്ടാകുന്നു എന്നുള്ളൊരു തർക്കമില്ല. പക്ഷേ അത് കേപ്പബിളായിട്ട് CISF കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി എടുക്കുന്ന സ്പെഷ്യൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നിട്ടുള്ളത്? ഇപ്പോൾ ഒത്തിരി നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നോളജിയുടെ വളരെയധികം ഉപയോഗം CISF ചെയ്യുന്നുണ്ട്. എയർപോർട്ടിലാണെങ്കിൽ നോക്കുകയാണെങ്കിലും നമുക്ക് ഫേഷ്യൽ റെക്കഗ്നീഷൻ ടെക്നോളജി ഉണ്ട്, അല്ലെങ്കിൽ ഫുൾ ബോഡി സ്കാനറിൻ്റെ ടെക്നോളജി പുതിയതായിട്ട് കൊണ്ടുവരാനുള്ള ഒത്തിരി ഡിസ്കഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എയർപോർട്ടിന് കംപ്ലീറ്റ് ആയിട്ട് സെക്യൂർ ചെയ്യണമെങ്കിൽ ഇപ്പം പെരിമീറ്റർ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തെ പറ്റി ഇപ്പോൾ കൊച്ചി എയർപോർട്ടിൽ അടുത്തിടയ്ക്ക് അത് ഉദ്ഘാടനം ചെയ്തു. അപ്പം പെരിമീറ്ററിൽ ആര് വന്നു കഴിഞ്ഞാലും നമുക്ക് പല ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ അല്ലെങ്കിൽ സെൻസറിൻ്റെ സഹായത്തോടു കൂടി അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ടെക്നോളജി നമ്മൾ ചെയ്യുന്നുണ്ട്. എയർപോർട്ടിൽ എവിടെയെല്ലാം എന്തെല്ലാം അബറേഷൻ നോർമൽ നിന്ന് മാറിയുള്ള അബറേഷൻസ് കാണുന്നുണ്ടോ അതിന് അലേർട്ട് ചെയ്യാനുള്ള സെൻസേഴ്സ് ഉണ്ട്. അപ്പം എയർപോർട്ട് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ഹൈടെക് അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഓറിയൻറ്റഡ് ആണ്. മോർ ദാൻ മാൻ പവർ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സെക്ടറാണ്. അപ്പം അതൊരു ഫുൾ പ്രൂഫ് അല്ലെങ്കിൽ ഒരു 0 എറർ ആക്കാനുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ കേരളത്തിലൊക്കെ ആണെങ്കിൽ കോസ്റ്റ് ലൈനോട് ചേർന്നിട്ടാണ് കൂടുതൽ എയർപോർട്ടുകളുമുള്ളത്. അപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെയുള്ള സെക്യൂരിറ്റി ചലഞ്ചുകളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനം. അപ്പോൾ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയോടൊക്കെ വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. പെട്ടെന്ന് വേണമെങ്കിൽ മറ്റൊരു അറ്റാക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത 2611 പോലെയുള്ള വലിയ ഓർമ്മകളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി, അത്തരം വിഷയങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ എന്തെങ്കിലുമൊക്കെ? ഇതിപ്പോൾ നമ്മൾ സെക്യൂരിറ്റിയെ പറ്റി നോക്കുകയാണെങ്കിൽ അതിൽ പല ആംഗിളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ടെക്നോളജിയുടെ ആംഗിളുണ്ട്. അപ്പോൾ ടെക്നോളജിയിൽ നമുക്ക് ഒത്തിരി ഹെൽപ്പ് കിട്ടും. അതിനൊപ്പം തന്നെ നമ്മുടെ ലോക്കൽ ഇൻ്റലിജൻസ്, നമ്മളുടെ പ്രിവെൻറ്റീവ് മെഷേഴ്സ്, നമ്മളുടെ ലോക്കൽ അല്ലെങ്കിൽ മാൻ പവർ ബേസ്ഡ് ഇൻ്റലിജൻസ്, നമ്മളുടെ പല ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് കിട്ടും. സെക്യൂരിറ്റിയുടെ ഒരു വൾണറബിലിറ്റി അല്ലെങ്കിൽ അറ്റംപ്റ്റ് നടത്തണതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കിട്ടും. ആ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ടൈമിലി റെക്കഗ്നൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പല ഇൻസിഡൻസും അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു കെയർഫുൾ നമ്മൾ ഡേറ്റ അനലിറ്റിക്സ് വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള അഡ്വാൻസ്ഡ് ഫോം ഓഫ് അനലിറ്റിക്സ് വിത്ത് റൈറ്റ് ഇൻ്റഗ്രേഷൻ ഓഫ് ഒരു ഹ്യൂമൻ ആസ്പെക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്ലോസ് ടു 0 എറർ അപ്രോച്ചിലിട്ട് വരാൻ പറ്റുന്നുണ്ട്. മറ്റേ ചോദ്യം കൂടി, കേരളത്തിൽ കുറച്ചു കാലം സർവീസിലുണ്ടായിരുന്നു, അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റും? ഞാൻ ഏകദേശം 4.5 വർഷത്തോളം CBIയിൽ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു റിച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു.
അതിൻ്റെ നല്ല ഓർമ്മകളുണ്ട്. അതിനുശേഷം ഞാൻ ചെന്നൈയിൽ CBIയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഞാൻ രാജസ്ഥാൻ കേഡറിൽ പോയിട്ട് ബിക്കാനീർ IG ആയിട്ടും 2 വർഷത്തോളം ജോധ്പൂർ IG ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ CISFൽ IG ആയിട്ട് പ്രവർത്തിക്കുന്നു. താങ്ക് യു. അങ്ങനെയാണ്. ചലഞ്ചുകൾ ഒരുപാടുണ്ട്, സുരക്ഷാ കൺസേണുകൾ ഒരുപാടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഒരുപാടുണ്ട്. പക്ഷേ അതൊക്കെ പരിഹരിക്കാനുള്ള കൃത്യമായിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് CISF മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചത്. ക്യാമറമാൻ രജിത്തിനൊപ്പം പ്രജിത് മോഹനൻ, ജനം.